ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയൻ വിസ ലഭിക്കാൻ ഇനി കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ഓസ്ട്രേലിയ ഇന്ത്യയെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. 2026 ജനുവരി 8 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. മുമ്പ് എവിഡൻസ് ലെവൽ 2 എന്ന വിഭാഗത്തിലായിരുന്ന ഈ 4 രാജ്യങ്ങളെ ഇപ്പോൾ എവിഡൻസ് ലെവൽ 3 എന്ന വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളാണ് ഈ വിവരം പുറത്തുവിട്ടത്. പുതിയതായി വരുന്ന ചില പ്രശ്നങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനാണ് ഈ മാറ്റം. യഥാർത്ഥത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ നല്ല വിദ്യാഭ്യാസം നേടാൻ ഇത് സഹായിക്കുമെന്ന് ഓസ്ട്രേലിയൻ ഭരണകൂടം അറിയിച്ചു. ഓസ്ട്രേലിയൻ സർക്കാർ ആഗ്രഹിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠിക്കുന്ന കാലയളവിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കണമെന്നും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നേടണമെന്നുമാണ്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും വിദ്യാർത്ഥി വിസ പ്രോഗ്രാമിനും ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടുന്നു എന്ന ആത്മവിശ്വാസം നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുതിയ നയം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നോക്കാം. ഇനി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടേക്കാം. അവരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാൻ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. വിസ ഓഫീസർമാർക്ക് സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ പോലും വിളിച്ചു ചോദിച്ചറിയാനുള്ള അധികാരവും ഉണ്ടാകും. വിസ അപേക്ഷകൾ ലഭിക്കാൻ സാധാരണ എടുക്കുന്ന സമയം 1 മുതൽ 8 ആഴ്ച വരെ സമയം വർദ്ധിപ്പിച്ചേക്കാം. ഇന്ത്യയെ എന്തുകൊണ്ട് ഏറ്റവും ഉയർന്ന അപകട സാധ്യത വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്ന് നോക്കാം. ഇന്ത്യയെ ഈ പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിന് കാര്യമായ കാരണം ഓസ്ട്രേലിയൻ ഭരണകൂടം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ വ്യാജ ഡിഗ്രി വിവാദങ്ങൾ ഉയർന്നു വന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നടപടി. ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഓസ്ട്രേലിയയിലെ ആകെ 6,50,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം 1,40,000 പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 2025 പ്രവേശനങ്ങളുടെ 1/3 വരും. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്ക, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കർശനമാക്കുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയ മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള പ്രധാന ഓപ്ഷൻ. മറ്റ് 3 രാജ്യങ്ങളിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലേക്ക് അപേക്ഷിക്കുന്നത് വർദ്ധിച്ചു വരുന്നത് അടുത്തിടെ വ്യക്തമായി കണ്ടു. പലപ്പോഴും വ്യാജ സാമ്പത്തിക അക്കാദമിക് രേഖകൾ ഉപയോഗിക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്നാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയയുടെ ചീഫ് എക്സിക്യൂട്ടീവായ ഫിൽ ഹണിവുഡ് പറഞ്ഞത്. ഈ രാജ്യങ്ങളിൽ പലതിനെയും ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ യഥാർത്ഥ പഠന ലക്ഷ്യങ്ങളോടെ വരുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ വിസ അപേക്ഷകരെ ഫിൽട്ടർ ചെയ്യുന്നത് മെച്ചപ്പെടും എന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ മാറ്റങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്ന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുമെങ്കിലും യഥാർത്ഥത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. വ്യാജ രേഖകളുമായി വരുന്നവരെ കണ്ടെത്താനും ഓസ്ട്രേലിയയുടെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത നിലനിർത്താനും ഈ നടപടികൾ സഹായിക്കുമെന്നാണ് അധികൃതരുടെ വാദം.